1903 സെപ്റ്റംബർ മാസം അമേരിക്കയിലെ അയോവ എന്ന സംസ്ഥാനത്തിലെ വാൻമീറ്റർ എന്ന ചെറു പട്ടണത്തിൽ താമസിക്കുന്ന ഒരു ഡോക്ടർ രാത്രി തന്റെ വീടിന് പുറത്തേക്കിറങ്ങിയപ്പോൾ കുറച്ചകലെയുള്ള ഒരു കെട്ടിടത്തിന് മുകളിലായി വവ്വാലിനോട് രൂപസാദൃശ്യവും ഒരു മനുഷ്യനോളം പൊക്കവും വരുന്ന തലയിൽ കൊമ്പ് പോലെ തോന്നിക്കുന്ന ഭാഗത്തു നിന്നും പ്രകാശം പരത്തുന്ന തരത്തിലുള്ള ഒരു ജീവിയെ കണ്ടുവെന്ന് അവകാശപ്പെട്ടു. തൊട്ടടുത്ത ദിവസം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു ജീവി ടെലിഫോൺ ബൂത്തിന് മുകളിലായി ഇരിക്കുന്നതായി കണ്ടുവെന്ന് അവകാശപ്പെട്ടു. അദ്ദേഹം തന്റെ തോക്കുപയോഗിച്ച് അതിനെ ഷൂട്ട് ചെയ്തെങ്കിലും യാതൊരുവിധ പരിക്കുകളോ മറ്റൊന്നും തന്നെ പറ്റാതെ ആ ഒരു ജീവി ദൂരേക്ക് പറന്നുപോയി എന്നും അദ്ദേഹം വിവരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടങ്ങുന്ന നിരവധി പേർ ഈ ഒരു ജീവിയെ കണ്ടതായി പറയുന്നു. പല ദിവസങ്ങളിലും വിസിറ്റർ പട്ടണത്തിലൂടെ ഈ ഒരു ജീവി ആകാശത്തിലൂടെ വലിയ ചിറകുകൾ വീശി പ്രകാശം പരത്തി പോകുന്ന ആ ഒരു കാഴ്ച നാട്ടുകാരുടെ മനസ്സിൽ പേടിയുണർത്തി. എന്നാൽ ഒരു രാത്രിയിൽ ഈ ഒരു ജീവിയെ പിടികൂടുവാൻ നാട്ടുകാർ എല്ലാവരും കൂടി തീരുമാനമെടുക്കുകയും നാട്ടുകാർ കൂട്ടത്തോടെ തോക്കുകളും വിളക്കുകളും എല്ലാം എടുത്ത് ഈ ഒരു ജീവിയെ പിന്തുടർന്നു. ഈ ഒരു സമയം ജീവി പറന്നെത്തപ്പെട്ടത് വലിയൊരു ഖനിയുടെ ഉള്ളിലേക്കായിരുന്നുവെന്നും വലിയ ശബ്ദത്തോടെ ചിറകുകൾ അടിച്ച് ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടു കൂടി ആ ഒരു ജീവി ഖനിയുടെ ഇരുണ്ട വഴിയിലേക്ക് അപ്രത്യക്ഷമായി എന്ന് പിന്നീട് നാട്ടുകാർ പറയുകയുണ്ടായി. ഇതേ തുടർന്ന് ഈ ഒരു ഖനി നാട്ടുകാർ അടച്ചിടുകയും വാൻമീറ്റർ വിസിറ്റർ എന്ന പേരിൽ ഈ ഒരു അജ്ഞാത ജീവി പിന്നീട് അറിയപ്പെടുവാനും തുടങ്ങി. പിന്നീട് ഈ ഒരു ജീവിയെ ആരും തന്നെ കണ്ടിട്ടില്ല. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ ഒരു ജീവിയെ കുറിച്ച് പിന്നീട് പറയുകയുണ്ടായി. പലരും അഭിപ്രായപ്പെട്ടത് മറ്റ് ഗ്രഹത്തിൽ നിന്നും വന്ന ഒരു അജ്ഞാത ജീവിയാണിത് എന്നാണ്. സോ എന്തായാലും ഈ ഒരു ജീവിയെ കുറിച്ചുള്ള കൃത്യമായൊരു ഉത്തരം കണ്ടെത്തുവാൻ ആർക്കും ഇന്നേ വരെ സാധിച്ചിട്ടില്ല. സബ്സ്ക്രൈബ്.